ഓക്കെ ഓക്കെ. എടാ ഇതിപ്പോ എന്താ സിറ്റുവേഷൻ വല്ലതും ഉണ്ടോ? ഇപ്പൊ എന്താ കാര്യം ഒന്ന് പറയാ. സിറ്റുവേഷനിലുള്ള ആരെല്ലാം ഒന്ന് വന്ന് പറഞ്ഞു എന്തോന്ന് ആരാ സിറ്റുവേഷൻ? ഓ കണ്ണാപ്പി മസാല എരിവും പൊടിയൊന്നും ചേർക്കരുത്. സത്യസന്ധമായിട്ട് നടന്ന എന്താന്ന് എന്നോട് നമ്മുടെ 2-3 ദിവസമായിട്ട് EVX ആയിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. തേങ്ങ കട്ടോണ്ട് പോയത് കോച്ചൊക്കെ കഷ്ടപ്പെട്ട പൈസ കട്ടോണ്ട് പോയത്. കോച്ച് ഇവിടെ ഉണ്ടോ? കോച്ച് ഹലോ കോച്ചിനെ അപ്പൊ ആ സിറ്റുവേഷൻ ഇവന്മാർ ഈ തോന്നിയ ദിവസം കാണിച്ചത് നമ്മള് തൂക്ക് വരെ ചെയ്തത്. ഇവന്മാരെ ചെയ്ത് നമ്മൾ തൂക്ക് വരച്ച് കോച്ചൊക്കെ തൂക്കിയായിരുന്നു ഇവന്മാരെ. അപ്പൊ നമ്മള് സിറ്റുവേഷൻ ആയിട്ട് ചെന്നപ്പോഴത്തേക്ക് എവിടെ സിറ്റുവേഷൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. റേഡിയോയിൽ സംസാരിക്കല്ലേ ഇതൊക്കെ. സിറ്റുവേഷൻ ആയിട്ട് നമ്മള് ചെന്നപ്പോഴത്തേക്ക് ഇവന്മാര് നേരെ കൊണ്ട് മറ്റേ POV കാണിക്കാന്ന് പറഞ്ഞിട്ട് മറ്റേ ചെന്ന് ഇത് ഹോൾഡ് ആക്കി. ആദ്യം ഒരു ഇവന്മാരായിട്ടല്ലേ 3-4 ദിവസമായിട്ട് ഇത് 3-4 സിറ്റുവേഷൻ ഹോൾഡ് ആയത്. എന്നിട്ടാണ് ഇന്നും ഇന്നല്ല എന്നിട്ട് അത് കഴിഞ്ഞ് വീണ്ടും ഒരു സിറ്റുവേഷൻ. അപ്പൊ അതും ഇവന്മാര് ഹോൾഡ് ആക്കി ലിഫ്റ്റ് ചെയ്ത് ഇപ്പൊ 2-3 ദിവസമായിട്ട് ഇവന്മാരായിട്ട് ഇതായി പോയിരുന്നു. ഇന്ന് ഒരുത്തനായിട്ട് ഞാൻ സംസാരമാണ്. ഞാൻ അങ്ങോട്ട് ചെന്നു. ഞാൻ പറഞ്ഞ് എന്താണ് വണ്ടിയുടെ ബാഗില് കട്ടോട്ട് പോയ തേനാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഇവന്മാരെന്തോ കണ്ടോണ്ട് ഹണിക്കോമ്പോ ഇവര് കഷ്ടപ്പെട്ടോണ്ട് വന്ന ഹണിക്കോമ്പോ ഇവരും സിവിലിലും കട്ടോണ്ട് വന്നേ. എന്നിട്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങളെ രാവിലെ കാണാറില്ലല്ലോ സാറിന് കള്ളന്മാര് രാത്രി കാണുന്നത്, അതുകൊണ്ടാണ് നീ രാത്രി സഞ്ചാരം എന്ന് ചോദിച്ചു. ഒക്കെ ഇറങ്ങിക്കോളന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് പിന്നെ അവളെ കോണയായി ഇതായി സംസാരം. അവൻ ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞ് അവൻ എന്നെ വണ്ടി തട്ടിയാണ്. അപ്പൊ ഞാൻ വാണിംഗ് ഫയർ കൊടുത്തിട്ട് വണ്ടി തട്ടിട്ട് എടുത്തോണ്ട് പോയി. ഞാൻ വാണിംഗ് ഫയർ കൊടുത്തിട്ട് ഇവന്റെ വണ്ടി കിട്ടടിച്ചു. അത് ഞാൻ നൈസിനെണ്ണ TDM കളിക്കാൻ പോയി. TDM കളിക്കാൻ പോയപ്പോ TDMന്റെ അകത്ത് ഞാൻ ചെന്ന് ഇങ്ങനെ നമ്മളെ നോർമൽ ലിഫ്റ്റ് അപ്പ് ഇട്ട് കൊടുത്താണ്. ഓൾട്ടേക്ക് ഇട്ടുള്ള ലിഫ്റ്റ് അപ്പ്, ഇമോട്ട് ക്യാരി അല്ല, അല്ലാതുള്ള ലിഫ്റ്റ് അപ്പ് ഇട്ട് കൊടുത്ത് ഇവൻ ഇതങ്ങ് അക്സെപ്റ്റ് ചെയ്യും. ഞാൻ എടുത്തോണ്ട് ഇങ്ങനെ വന്ന് EVXലെ ഒരുത്തനെ. എന്നിട്ട് അപ്പോഴത്തേക്ക് ദൈവം വന്ന് സിറ്റുവേഷൻ ഉണ്ടാക്കി അൺവാണ്ടഡ് സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞ് വീണ്ടും കൊണ്ടാക്കുമാര് വീട്ടിച്ചെന്ന്. എന്നിട്ട് ഞങ്ങൾ 1 മണിക്കൂർ അവിടെ നിൽക്കണ. എന്നിട്ട് ദൈവം അവസാനം കണ്ടിട്ട് പറഞ്ഞ് ഇത് അൺവാണ്ടഡ് സിറ്റുവേഷൻ അല്ല, അവന്മാർ തിരിച്ച് ഇതാക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഈ ഓസ്റ്റേ നമ്മൾ എടുത്തായിരുന്നു. അപ്പൊ ഈ ഓസ്റ്റേ എടുത്ത മാത്രം അത് ബാക്കിയുള്ളൊക്കെ സേഫ് സോണിൽ എടുത്തോണ്ട് സീനാന്ന് പറഞ്ഞു. പക്ഷെ അത് അവൻ അക്സെപ്റ്റ് ചെയ്തോണ്ടാണ് വന്നത്. അവൻ അക്സെപ്റ്റ് ചെയ്യാതെ വരത്തില്ല. അപ്പൊ സേഫ് സോണിൽ നമ്മള് ഓസ്ട്രേലിയൻ ഗ്യാങ് ഓഫീസറെ കൊണ്ടുവന്നായിരുന്നു. എന്നിട്ട് അവനെ തിരിച്ച് ഗ്യാങ് ഓഫീസിൽ വിട്ട് നോർമലി അവനെ വിട്ട്. എന്നിട്ട് ബാക്കി SRK ബാക്കി സംസാരിച്ചാണ്. ബാക്കി VC സംസാരിച്ചായിരുന്നു. സംസാരിച്ചപ്പോ അവര് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മളെ വിളിച്ച് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് വിടുകയാണെന്നുണ്ടല്ലോ. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകാന്ന് പറഞ്ഞു. ചെയ്തപ്പോ അവര് പറഞ്ഞു ലീഡറും കോലീഡറും വന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. പിന്നെ അവര് വന്നിട്ട് പറഞ്ഞു പ്രീവാറായിട്ട് ഇതാക്കത്തേ ഉള്ളൂ. അല്ല അമ്മ നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കമ്പനി പറഞ്ഞാല് നമ്മള് സംസാരിക്കാൻ പറ്റില്ല. ലീഡറും കോലീഡറും വന്ന് സംസാരിച്ചാൽ നമ്പർ കിട്ടുമെന്ന് പറഞ്ഞു. ഓ ലീഡറും കോലീഡറും വന്ന് നമ്മുടെ അടുത്ത് കണക്ട് ചെയ്യാൻ പറ, സംസാരിക്കാം. കണക്ട് ഇട്ടടാ 405 ഇട്ടെ. പറയടാ അണ്ണാ, ഞാൻ ഒരു കാര്യം പറ്റണ അവന്റെ അടുത്തൊക്കെ ചോദിക്കണം നിനക്കൊക്കെ അടിക്കണോ? ഈ സിറ്റുവേഷൻ അമ്മമാർക്ക് അടിക്കണമെങ്കിൽ പറയണമെങ്കിൽ നമുക്ക് അടിക്കാം. അല്ല അമ്മമാർക്ക് പേടിയാണെങ്കിൽ അമ്മമാർക്ക് പോട്ടണ വഴി. ഇതെന്താ 407 പേര് മാറ്റിക്കോ. അതായില്ലേ, വന്നില്ലേ? വന്നല്ലോ. ശ്രദ്ധിക്കണേ. എന്താണ് ഫീനിക്സ് ബ്രോ, താങ്ക് യു സോ മച്ച് 500 ബ്രോ. സാലറി വന്നു. ടിവിയിലുള്ള എല്ലാവർക്കും ബിരിയാണി എടുത്ത് ഇത് ബ്രോയ്ക്ക് എല്ലാവർക്കും ബിരിയാണി. ഫീനിക്സ് ബ്രോ താങ്ക് യു സോ മച്ച്. മീൻസ് എലോട്ട് ബ്രോ. താങ്ക് യു. നമ്മളെല്ലാരും കേറണ്ടാ എന്റെ കേറിക്കല്ലെങ്കിൽ കുഴപ്പമില്ല. അല്ല അലക്കേണ്ടത് EVXൽ ആരെല്ലാം ഉണ്ടോ? എടാ നമ്മുടെ അകത്ത് കേറിയവരെല്ലാരും ഒന്ന് പേരിട്ടേടാ. ഒന്ന് പേരിട്ടെ ഗൈസ്. ഇത് എന്താ സിറ്റുവേഷൻ എന്ന് പറയട്ടെ.
കുറച്ച് ദിവസമായിട്ട് പാവ കോച്ച് രാവിലെ വൈകുന്നേരം എല്ലാം ഗ്രൈൻഡ് ചെയ്യുന്ന സാധനങ്ങൾ ഇവന്മാര് പകല് വന്ന് മോട്ടിച്ചുകൊണ്ട് പോവാ. ഇത് മൾട്ടിപ്പിൾ വട്ടം സംസാരിച്ച് പ്രശ്നമായിരുന്നു ഓൾറെഡി. കോച്ച് ഇവന്മാരെ കിട്ടിയ ഇറക്കാനിരിക്കുക. ആദ്യമായിട്ടായിരിക്കും മോഷണ കേസിൽ ഒരു ഗ്യാങ് വാർ എടുക്കാൻ പോണേ. എന്തൊക്കെയല്ലേ എന്തൊക്കെയാ ഇവിടെ സംഭവിക്കണേ? മോഷണം എന്റെ ആളിയാ. നിന്റെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുനടക്കിയത് എന്നെ വിളിച്ചു ചോദിച്ചാ അമ്മമാർക്ക് അടിക്കണോന്ന് ചോദിച്ചു. അവന്മാര് അമ്പി കളിക്കുവന്നേ. നമ്മള് അവന്മാര് പറയാനോ ഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? എന്നാ വലിയ മനുഷ്യൻ ഇതെന്താ ഈ മിസ് കോൾ എങ്ങനെ ഈ മെസ്സേജിനകത്ത് വരുന്നു? വെയിറ്റ് നോക്കട്ടെ. ഇതിപ്പോ ഇങ്ങനെയായോടാ ഫുള്ള്? നോക്കട്ടെ. ഹലോ അണ്ണാ അണ്ണാ എവിടെയാ? പറ. അണ്ണാ ഒരു വീഡിയോ എടുക്കാനാണ് ഒരാളുടെ ബർത്ത്ഡേ വിഷ് എന്ന് പറയാൻ വേണ്ടി. അണ്ണ ഒന്ന് പറയണേ, പേര് പറഞ്ഞ. കണ്ണാപ്പി ഞങ്ങൾ സംസാരിച്ചോളാം. ബ്രോ ഇവിഎക്സിൽ ആരാ ഉള്ള? കോ ലീഡർ ആണോ? മെമ്പറാ. ബ്രോ ആരെങ്കിലും ഇവിഎക്സിലെ ലീഡറിനെ കോ ലീഡറിനെ ഒന്ന് വിളിക്കണേ സംസാരിക്കാൻ വേണ്ടിട്ട്. അമ്മാരെ വരട്ടെ, അമ്മാരുടെ ലീഡർ കോ ലീഡർ വരട്ടാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പൊ നമ്മളെ വന്നില്ലേ നേരത്തെ ഏതോ ബെൻട്രോ ആയിരുന്നു. എന്നെ ചെയ്യാൻ പഠിച്ചല്ല ആസോണ്ട് അത് ചോദിക്കണ്ടേ? സിഎമ്മാ നിന്നെ സിഎം പഠിച്ചു അതെന്തിന്? ഇവന്മാര് എന്നെ അടിച്ചു കൊന്ന് കത്തിച്ചെണ്ണ അവന്മാരോട് പോയി ചോദിച്ചു കഴിഞ്ഞപ്പോ അവന്മാര് പറയണ നമ്മളല്ല കൊന്നേ, നിങ്ങളുടെ പ്രൂഫ് ഒന്നും ഇല്ലല്ലോ നമ്മൾ കൊന്നേന്ന്. അല്ല അടിച്ചു വന്ന് കത്തിച്ചു കഴിഞ്ഞാ പിന്നെ നിനക്ക് ഓർമ്മയില്ലല്ലോ. ആ അതല്ലേ പ്രശ്നം. അത് പിന്നെ നമുക്ക് അറബിക്കകത്ത് സംസാരിക്കാം. അത് പിന്നെ ഹലോ ബ്രോ കോ ലീഡർ ആണോ? ബ്രോ ഒന്ന് പറയോ, എന്തോ പറ്റിയെന്നൊന്ന് പറയോ? അറിയാവുന്ന കാര്യം പറഞ്ഞാൽ മതി ബ്രോ, അല്ലെ സിറ്റുവേഷനിലുള്ള ആളെ സംസാരിച്ചോ. ഇപ്പം ഇവിടെ മുതുക്കിന്റെ അവിടെ വെച്ചിട്ട് നമ്മുടെ ഗ്യാങ് വണ്ടിയിലിരുന്ന ഒരാളൊക്കെ തേനുണ്ടോ വണ്ടിക്കകത്ത്, തേൻ കള്ളന്മാരാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് ചോദിച്ചു ട്രിഗറാക്കി. അവൻ തിരിച്ച് സംസാരിച്ചു. ബ്രോ ട്രിഗർ ആക്കിയതല്ലോ. ഇപ്പൊ കഴിഞ്ഞ ഇതിനു മുമ്പ് നിങ്ങളുടെ ഗ്യാങ്ങിലുള്ളവരെ നമ്മുടെ വണ്ടിക്കകത്തൊന്ന് മോട്ടിച്ചോണ്ട് പോയ സാധനങ്ങളോ? അപ്പൊ നമ്മളാണ് എടുത്തതിനുള്ളതിന് തെളിവൊന്നുമില്ല ബ്രോ. തെളിവില്ലെന്നോ? ഓൾറെഡി അവർ അറിഞ്ഞാണല്ലോ ബ്രോ. അവര് ഓൾറെഡി വന്ന് ചോദിച്ചതാണല്ലോ ഇതിനു മുമ്പ്. തെളിവ് കാണുമല്ലോ ബ്രോ. ചെയ്തിട്ടില്ല ബ്രോ. ഇത് ചെയ്തിട്ട് നിങ്ങളാ ചെയ്തെന്ന് ഓൾറെഡി അറിഞ്ഞ് അവരുടെ അടുത്ത് പോയി ചോദിക്കുകയും ചെയ്തതാണ്. നമ്മുടെ കൂട്ടത്തിലെ കോച്ച് കില്ലോ എന്ന് പറയുന്ന പേരുള്ള ഒരാളുടെ സാധനങ്ങളാണ് നിങ്ങൾ മോട്ടിച്ചത്. അപ്പൊ ഓൾറെഡി നമ്മളിത് ചോദിച്ചായിരുന്നു. നമ്മൾ ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളാണെന്ന് ഓൾറെഡി. അതിന്റെ കാര്യം എനിക്കറിയാം. അവന്മാരെ കണ്ടുപിടിച്ചല്ലോ എന്ന് എനിക്കറിയാം. അല്ല കോച്ച് പറഞ്ഞു കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു ഓൾറെഡി. തെളിവോടെ ഓൾറെഡി അറിഞ്ഞ കാര്യമാണെന്നാണ് ഇവിടെ മെമ്പേഴ്സും പറയണ കാര്യം. അതാണ് തെളിവോടെ ഓൾറെഡി ഇതാക്കിയതാണെന്നാണ് പറയണത്. അപ്പൊ അതിന്റെ കാര്യം വെച്ചാണ് ചോദിച്ചത്. അതിന്റെ കേസ് നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. ലൈക്ക് അത് നമ്മളന്ന് അറിയാനായിട്ടൊരു ഇത് മനസ്സിലായില്ല, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി സെർവർ സൈഡിൽ നിന്ന് സംസാരിച്ച് ഒരു വട്ടം എൻഡ് ചെയ്ത് വിട്ട സിറ്റുവേഷൻ ആയി ഒരു ബ്രോ. ബൈ ദ ബൈ താങ്ക്സ് ഫോർ ഇൻഫർമേഷൻ. നമ്മളാണെന്ന് അറിയാൻ ഒരു വഴിയില്ലെന്നാ. അല്ലല്ലോ, അതാ പറഞ്ഞ നമ്മളാണെന്ന് അറിയാൻ ഒരു വഴിയില്ല. കാരണം നമ്മൾ ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ അറിയാനാ? പിന്നെ തേന്റെ ഈ കേസ് ഒരു വട്ടം ഓൾറെഡി സെർവർ സൈഡിൽ നിന്ന് വന്ന് സംസാരിച്ച് എൻഡ് ചെയ്ത് വിട്ട സിറ്റുവേഷൻ. പിന്നെ നിങ്ങൾ ബ്രോ ഈ സെർവർ സൈഡിൽ നിന്ന് എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാങ് അസറ്റ് അല്ലേ ബ്രോ? ഈ ഗ്രൈൻഡ് ചെയ്യുന്നത് ചുമ്മാ ഗ്രൈൻഡ് ചെയ്യണല്ലോ. അത്രയും ടൈം എഫേർട്ട് ഇതാക്കി ഗ്രാൻഡ് നമ്മുടെ ഈ ഗ്യാങ് അസറ്റ് അല്ലേ നിങ്ങൾ എടുത്തോണ്ട് പോണേ ഈ ഇത് കാണിച്ച്. അപ്പൊ അത് നമുക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുമോ?
ബ്രോ നമ്മളാണ് എടുത്തോണ്ട് വരുന്നത്, നിങ്ങൾക്ക് നമ്മൾ ചെയ്തിട്ടില്ല, മനസ്സിലായില്ലേ? ബ്രോ ഇത് തെളിവുള്ള ആൾക്ക് സിറ്റിയിൽ കയറാൻ ചെറിയൊരു പ്രശ്നമുണ്ട്. കയറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കയറി കഴിഞ്ഞിട്ട് പുള്ളിയെ കൊണ്ട് വേണം നമ്മൾ സംസാരിപ്പിക്കാം. ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളുടെ ഗ്യാങ്ങിൽ നിന്ന് ഡയറക്റ്റ് ആരെങ്കിലും വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ ഒന്ന് സംസാരിക്കായിരുന്നു, നിങ്ങൾക്ക് അവിടെ വെച്ച് സംസാരിക്കായിരുന്നു. അങ്ങനെ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഓൺ ദ സ്പോട്ട് ഈ വ്യക്തിനെ കണക്ട് ഒരു കാര്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. പിന്നെ ആരോ എവിടുന്നോ പേര് പറഞ്ഞൊക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു വൺ വീക്കായിട്ട് സിറ്റുവേഷൻ ട്രിഗർ ചെയ്യാൻ നോക്കണം. സിറ്റുവേഷൻ മതി എന്ന് പറ. സ്പോട്ട് നമുക്ക് കണക്ട് ബ്രോ നിങ്ങളത് എടുത്തോണ്ട് പോയോണ്ടല്ലേ അവര് ചോദിക്കുന്നേ. അല്ലാതെ നമ്മൾ വഴി പോണ ഏതെങ്കിലും ഗ്യാങ്ങിന്റെ അടുത്ത് പോയിട്ട് തേങ്കള്ളന്ന് വിളിക്കുന്നുണ്ടോ? ബ്രോ അതാ പറഞ്ഞേ ബ്രോ, ആരെങ്കിലും ഒരാൾ പറയുന്ന കേട്ടിട്ട് മിസ്ലീഡ് ആയിട്ട് വന്ന് നമ്മുടെ ഒരു വൺ വീക്ക് ആയിട്ട് വന്ന് ചെയ്തോണ്ടിരിക്കുക, മനസ്സിലായില്ലേ? നമുക്കൊരു സമാധാനം തരാത്ത രീതി നിങ്ങളുടെ ഗ്യാങ്ങിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. അല്ലല്ല, വേറെ ആരും അല്ല, ഇത് നിങ്ങൾ തന്നെ ചെയ്തത്. നിങ്ങളാ ചെയ്തെന്നുള്ള പ്രൂഫ് നമ്മുടെ ഉണ്ട്. ബ്രോ നമ്മൾ ചെയ്തിട്ടില്ല. അല്ല നിങ്ങൾ അപ്പൊ നിങ്ങൾ നമ്മുടെ ഇരിക്കുന്ന പ്രൂഫിൽ നിങ്ങളുടെ ആൾക്കാരുള്ളത് ചെയ്തത് ആൾക്കാരുള്ളത് ഇപ്പൊ എന്ത് പറയാനാ? അറിഞ്ഞൂടാന്നുള്ള ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റത്തില്ല ബ്രോ. നിങ്ങളുടെ ഗ്യാങ്ങിലെ മെമ്പേഴ്സ് ഇതിന് റെസ്പോൺസിബിൾ ആണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ലാതെ നിങ്ങളായിട്ട് നമുക്ക് സിറ്റുവേഷൻ ഇപ്പൊ എടുത്തിട്ട് എന്ത് ചെയ്യാനാ? അതിന്റെ ബേസിൽ ഈവനിങ് ഒന്ന് സംസാരമായി, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരാൾ ഇറങ്ങി ഫയർ ചെയ്തു, പിന്നെ സേഫ് സോണിൽ നിന്ന് ഒരാളെ ഹോസ്റ്റ് എടുത്തോണ്ട് പോയി. അതിന്റെ ബേസിലാണ് ഇപ്പൊ സിറ്റുവേഷൻ ഓൾറെഡി ട്രിഗർ ആയിരിക്കുന്നത്, മനസ്സിലായില്ല? ഫയർ ചെയ്യുന്നതിന് കൊണയടിച്ച് വണ്ടി തട്ടിട്ട് പോലെ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണയടിയ കാര്യമൊക്കെ നിങ്ങൾ ആളുടെ പറഞ്ഞിട്ടുണ്ട്. നീ ചില കണ്ണാപ്പി ഉണ്ടായിരുടാ, ഞാൻ ചോദിക്കില്ല, ഞാൻ ചോദിച്ചു ഓൾറെഡി പറഞ്ഞല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഞാൻ പറഞ്ഞല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ട്രിഗറായി സംസാരമായി, പിന്നെ സേഫ് സോണിൽ നിന്ന് ഒരാളെ ഹോസ്റ്റ് എടുത്തോണ്ട് പോയി. നമ്മള് അതിന്റെ ഇതിനകത്ത് പ്രീവാർ അടിക്കാനായിട്ട് 11 മണിയാകുമ്പോൾ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ റേഡിയോ സംസാരിക്കോടാ ഒരു മിനിറ്റ്. നിങ്ങൾ അടിക്കണമെന്നുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ ഇതിൽ നിന്ന് ലീവ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല നമ്മൾ പറഞ്ഞു ഓൾറെഡി എന്താണല്ലോ ഇത് ഇവിടെ വെച്ച് ഈ ഒരു സിറ്റുവേഷൻ കഴിയുമ്പോൾ ഇത് എന്റെ ആണ് ബ്രോ. കാര്യം എന്ന് വെച്ചാൽ ഇത് 1 വീക്കായിട്ട് നമുക്ക് ഇത് രീതിക്ക് വന്നോണ്ടിരിക്കും, തേങ്കള്ളം പുറകെ വന്നോണ്ടിരിക്കുക. അപ്പൊ എന്താണ് സംസാരിക്കുമല്ലേ ബ്രോ? അത് പറഞ്ഞു തീർത്തല്ലേ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഇതിന്റെ ഈ ഒരു പേരിൽ കണ്ടിന്യൂ ചെയ്തോണ്ട് പോകാൻ താല്പര്യമില്ല ബ്രോ. അത് പറഞ്ഞു തീർക്കുന്നതിന്റെ കേസ് അല്ല ബ്രോ പറയണേ. നമുക്ക് നമ്മുടെ അത് ഗ്യാങ് അസറ്റ് ആണ്, അതിന് നമുക്ക് വാല്യൂ ഉണ്ട്. അത് പറഞ്ഞാൽ തീരൂല്ല. അതെങ്ങനെ പറഞ്ഞാൽ തീരുന്നേ? അല്ല നിങ്ങള് പറഞ്ഞു അത് ഈ സിറ്റുവേഷൻ കഴിയുന്നതോടുകൂടി അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ കഴിയുമല്ലോ. ജീവിതകാലം മുഴുവൻ നിന്റെയൊക്കെ എവിടെ കണ്ടാലും കള്ളം തന്നെ കള്ളന്മാര്. കണ്ണാപ്പി നിർത്തി സംസാരിക്കട്ടെ. മര്യാദ സംസാരിക്കാൻ അല്ല ബ്രോ, അത് സംസാരിക്കുന്നതിന്റെ കാര്യം. അത് അവര് ഗ്രൈൻഡ് ചെയ്യുന്നവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും ബ്രോ, ഉറപ്പായിട്ടും. വാട്ടവർ നിങ്ങളുടെ അസറ്റ് എടുത്തോണ്ട് പോയ എന്ത് കേസും ആയിക്കോട്ടെ, നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ പറഞ്ഞു, നിങ്ങൾ നമ്മളെന്നാന്ന് പറഞ്ഞു. വാട്ടവർ അതിപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഏത് സിറ്റുവേഷനാ ബ്രോ? ഏത് ഇത് എടുത്തോണ്ട് പോണ ആരാണ് ഒറ്റയടിക്ക് നേരെ സമ്മതിക്കുന്നത് ഞാനാണ് കള്ളന്ന്? ഇത് നമ്മള് പയ്യെ പ്രൂവ് ചെയ്യല്ലേ ചെയ്യണേ. നിങ്ങൾ നമ്മളെ കണ്ടിട്ടുണ്ടെ കൈയോടെ ചോദിക്കണമായിരുന്നു. അന്ന് കൈയോടെ ചോദിക്കാൻ വരുന്ന അവസരം അല്ലായിരുന്നു. നിങ്ങളെ അന്ന് കിട്ടിക്കാണത്തില്ല പുള്ളിക്ക്. അവിടെ ഓൺ ദ സ്പോട്ടിൽ ചോദിക്കാതെ ഇത് അത് കഴിഞ്ഞിട്ട് ബ്രോ നിങ്ങളെ ചിലപ്പോ പുള്ളിക്ക് കിട്ടിക്കാണത്തില്ലെന്ന്. അതുകൊണ്ടാ പുള്ളി നമ്മുടെ അടുത്ത് ഇൻഫർമേഷൻ പറഞ്ഞത്. നമുക്ക് ചിലപ്പോ ഇപ്പൊ പറഞ്ഞു നിങ്ങളൊരു 3 പേര് 4 പേര് നമ്മൾ ഒറ്റയ്ക്കോ ആണെങ്കിൽ പോയിട്ട് അവിടെ പോയി നിങ്ങളുടെ അടുത്ത് വന്ന് മെസ്സ് അടിച്ചാൽ നിങ്ങൾ കൊന്നു കളയൂലേ? നിങ്ങൾക്ക് കാര്യമൊന്നും ചോദിക്കാലോ, എന്തിനാ തേനെടുക്കുന്നുള്ള രീതി ചോദിക്കാലോ ബ്രോ. ഒബ്വിയസ്ലി നിങ്ങളൊരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആൾബലം ഉള്ളപ്പോ വന്ന് അങ്ങനെ സംസാരിക്കാൻ പറ്റും ഒരാൾ. അതുകൊണ്ട് പുള്ളി ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ടായിരിക്കും അത് ചെയ്യാഞ്ഞത് ചിലപ്പം. ചോദിക്കാലോ ബ്രോ. ഒരു സിറ്റുവേഷൻ എടുക്കണം, നിങ്ങൾ എന്തിനാണ് ഇത് എടുക്കുന്നത്, എന്തിനാണ് എടുക്കുന്നത് രീതി ആളെ മനസ്സിലാക്കിയെങ്കിലും വെക്കാമല്ലോ. അറിയുന്ന രീതിയിലൊക്കെ നമ്മളെന്തായാലും അങ്ങനെ ചെയ്യത്തില്ല. ലൂപ്പാക്കണ്ട ബാക്കിലായിരുന്നു നമ്മുടെ ഭാഗത്തുനിന്ന് പറയുന്നത് ഇതിപ്പോ വാട്ടർ ഇതെന്താണെങ്കിലും നമുക്ക് ഇവിടെ വെച്ച്. എടാ കണ്ണാപ്പിയെ സംസാരിക്കലെന്ന് പറഞ്ഞ സംസാരിക്കല്ലേ, കേട്ടല്ലോ? പറഞ്ഞു ഈ കള്ളങ്ങളെന്ന് വിളിക്കണം നമുക്ക്. അതല്ല, നമ്മളൊരു ദിവസം മുതുക്കിൽ പമ്പിൽ നിൽക്കുവായിരുന്നു, ഇതിനൊക്കെ കുറച്ച് ദിവസം മുമ്പേ. അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ ഈ വീട്ടിലെ മോൻ വേറെ ആരൊക്കെ വന്നിട്ട് ചുമ്മാ ഒരു കാരണമില്ല, റീസൺ ഒന്നുമില്ല, അവര് 3 പേരുണ്ട്, നമ്മൾ 4 പേരുണ്ട്. എന്നിട്ട് വന്ന് ഗണ്ണൈം ചെയ്ത് നമ്മുടെ മറ്റേ പൈസ സാധനം എല്ലായിടത്തും പോയി. ചുമ്മാ വന്ന് ഗണ്ണൈം ചെയ്ത് കോച്ചൊന്ന് റേഡിയോ കണക്ട് ചെയ്തേ. പിന്നെ നിന്നെ ബ്രോ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇത് ഈ കഴിഞ്ഞ ദിവസം എന്ന് പറയണത് ബ്രോ, ഇത് കുറച്ച് നാൾക്ക് മുമ്പ് തൊട്ടേ കുറച്ച് ദിവസം മുമ്പ് തൊട്ടേ ഈ സംഭവം നടക്കുന്നുണ്ട്.
ബ്രോ ഈ ഹണി ജോബ് പറഞ്ഞ മുമ്പത്തെ കാര്യം ബ്രോ. നിക്ക് ബ്രോ, അതിന്റെ ആള് വന്നിട്ടുണ്ട്. ഇത് കയ്യിൽ നിന്ന് നഷ്ടമായ ആള് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞങ്ങൾ റേഡിയോ കേട്ടോ. ഒരു മിനിറ്റ്. കോച്ച് റേഡിയോയിലൊന്ന് കേറിയേ. കോച്ച്. ആ പറ, അവരോട് പറ. അവന്മാര് പറയണത് അവരാ ചെയ്തെന്നുള്ള പ്രൂഫ് ഇല്ലെന്നാ. പറ കോച്ച് പറ. ഹലോ പറഞ്ഞോ കേക്കാമോ? കേക്കാം കോച്ച് പറഞ്ഞു. പറ എന്താ ബ്രോ? അല്ല ബ്രോ പറഞ്ഞോ. ബ്രോ എന്താണ്ട് കോച്ച് അവരല്ല ചെയ്തെന്നാണ് അവര് പറയണ. കോച്ചിന് എന്താ പറയാനുള്ള പറഞ്ഞോ. ബ്രോ അവിടെ എന്റെ ഫ്രണ്ട് അവിടെ இன்னொரு ഫ്രണ്ട് വന്നിട്ട് ഡിസ്കണക്ട് ആണ്. എല്ലാத்தையும் കണ്ട് അവിടെ EVX എല്ലാத்தைയും കണ്ട് സംസാരിക്കുന്നത് അതൊന്നും RP ആയിട്ടുള്ള ഫ്ലോയുടെ കാര്യമല്ല ബ്രോ. ഫ്ലിക്സ് എന്ന് പറഞ്ഞൊരു പയ്യനെ ഞാൻ കാണിച്ചതാണ് കയ്യോടെ. ഫ്ലിക്സ് എന്ന് പറഞ്ഞൊരു പറയാൻ പറ്റത്തില്ല ബ്രോ. അവിടെ അങ്ങനെ പറയാൻ പറ്റത്തില്ലടാ. ഡിസ്കണക്ട് ആയതിന്റെ അത് വെച്ചിട്ട് പറയാൻ പറ്റത്തില്ലടാ. അത് RP അല്ല. എല്ലാരും അത് RP അല്ല. അത് പറയാൻ പറ്റത്തില്ല. അത് റീസൺ അല്ല. അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് കണ്ടോ, ഇപ്പൊ ഡിസ്കണക്ട് ആയപ്പോ TV ഇങ്ങനെ വെച്ച് പ്ലെയറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലടാ. ഡിസ്കണക്ട് ആയി പോയി കണ്ട് പേരൊന്നും വെച്ച് അങ്ങനെ എടുക്കാൻ പറ്റത്തൊന്നുമില്ല. ഇല്ല കോച്ച് അത് പറ്റത്തില്ല. കോച്ച് അത് പറ്റത്തില്ല. പേരോ പറഞ്ഞല്ലേ അവിടെ இருக்க எல்லாரும் പറഞ്ഞല്ലേ EVX താன்ட்டு നീ പോയി അവിടെ ഗ്യാങ് ഡ്രസ് പോട്ട് പോയല്ല. ചുമ്മാ ഗ്യാങ് ഡ്രസ് ഇടാതെ ഗ്യാങ് വണ്ടി ഇല്ലാതെ പേര് പറയാത്ത ഒരുത്തന്റെ പേര് എങ്ങനെ ഗ്യാങ് ഡ്രസ് പോട്ടിട്ട് വന്നവൻ പറയുന്നില്ലേ? മനസ്സിലായില്ലേ? നമ്മൾ ചെയ്തിട്ടില്ല. അടേ അവിടെ ഗ്യാങ് ഡ്രസ് പോട്ടിട്ട് വന്നവൻ ഫസ്റ്റ്. ഓക്കേ നീ 3 നാളെ അവിടെ കുത്തിട്ട് ഞാൻ കാര്യം പറയട്ടെ. ഇതിപ്പം നമ്മളിപ്പോ സംസാരിച്ചാലേ ഇപ്പൊ തീരത്തില്ല. ഇപ്പൊ അങ്ങോട്ട് പറയാം. ഇത് നമ്മള് പറയുന്നതാ ബ്രോ. ഇനി ഇതിന്റെ ബേസ് ഇനി ഈ സെയിം സിറ്റുവേഷൻ ലൂപ്പായി ഞാൻ കാര്യം പറയാം. ഇതിന്റെ പേരിൽ ഇനി നിങ്ങളുടെ സൈഡിൽ ട്രിഗർ വരാത്ത പക്ഷെ ഞങ്ങള് വേറെ രീതിയിലൊന്നും നമ്മളല്ലേ ഇപ്പൊ തന്നെ അല്ല ഞാൻ ഇനിയുള്ള കാര്യം പറഞ്ഞ നിങ്ങളുടെ സൈഡിൽ നിന്ന് ട്രിഗർ വരാതെ ഈ 6 കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവത്തില്ല. നീ ഇത് എന്തെങ്കിലും പിടിച്ചായിരുന്നു ഇവന്മാരുടെ? അതെങ്ങനെ പിടിച്ചേ? അവൻ അവിടെ തേരിന്റെ അവിടെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ട് ആ സമയത്ത്. അപ്പൊ ഞാൻ അവിടെ മാറിപ്പോയി. എന്നിട്ട് ഇവന്മാരോട് ചോദിച്ചപ്പോഴാണ് ബാലന്റെ സിറ്റുവേഷൻ ഓർമ്മ ഉണ്ടോ? മറ്റേ ബാലനെ കയറിയില്ല അന്ന് ഒരു ഉച്ചക്ക് സൺഡേ. അതിനിടയ്ക്ക് വേറൊരുത്തം വന്ന് അടിച്ചപ്പോ ഇവന്മാരുടെ റേഡിയോ പോണ കിട്ടിയില്ല. അങ്ങനെ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്തത്. എന്തായാലും ഇവിടെ ഇനിയിപ്പോ സിറ്റുവേഷൻ എടുത്ത് തീർക്കാം. കണ്ണാപ്പി ഞാൻ ഒരു കാര്യം പറയാം. മര്യാദക്ക് സംസാരിക്കുമ്പോ മര്യാദക്ക് സംസാരിക്കണം. അത് ഞാൻ ഒന്നുകൂടെ പറയുവാണ്. എടുത്ത് അലമ്പ് സംസാരിക്കുന്ന സമയത്ത് സംസാരിച്ചോ. നമ്മൾ മര്യാദക്ക് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് മെസ്സ് അടിക്കരുത്. എടാ എല്ലാവരും കേറിയോ? നമ്മൾ 25 പേരായോ? 1 2 3 4 5 103 രൂപ വന്നേ. 9 10 11 12 13 14 15 16 17 18 19 20 21 20. എടാ 3 പേരുടെ പെട്ടെന്ന് കേറാൻ പറഞ്ഞേ. അണ്ണാ ഇത് അതുകൊണ്ട് എനിക്കിത് 103 CR ആണ് അണ്ണ. 103 രൂപ അതുകൊണ്ടാ. ഇനി ഇതിന്ന് നീ ട്രേഡ് ചെയ്തിട്ട് 100 കോടി ഉണ്ടാക്കും. ആ പൈസ അടുത്ത ഗ്യാങ് ഫണ്ട് തരാം. കണ്ണാപ്പി കേറാ. കണ്ണാപ്പി ഇവനിപ്പോ പൈസ കൊടുത്ത് ചോദിക്കില്ല എന്നോട്. കിട്ടില്ല. പൈസ കൊടുത്ത കാര്യം എന്റെ തന്നെ ഗ്യാങ് ഫണ്ട് എന്റെ തന്നെ. ഇനി ഒരു 25 കോടി കൂടെ തരാനുണ്ട്. 51 കിട്ടി. അണ്ണാ അത് മറ്റേ എന്റെ പമ്പിലെ സാലറി. ചന്ദ്ര എന്റെ പമ്പിലെ സാലറി 20 കോടി കൊടുത്തേക്കേ. പമ്പിന് സാലറിയാ? എനിക്ക് പോലും ഇല്ലല്ലോ പമ്പിന്ന് 5 പൈസ. നമുക്കെന്ന് പറയാം. നിനക്കെന്തിന് പമ്പിൽ നിനക്കെന്ത് തരണം കണ്ണാപ്പി? അണ്ണാ ഞാൻ പമ്പിൽ പെട്രോൾ ചെയ്യാൻ പോകും. പിന്നെ നീ എന്തിനാ ആക്റ്റീവ് ആവുന്നേ? കണ്ടമാറ മെക്കിട്ട് കയറാൻ. അതുകൊണ്ട് കണ്ണാപ്പി എന്റെ ഇത് കേക്കില് തെറി പറയല്ലേ?
പിന്നല്ല ഫാമിലി ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ആണോ? അവിടെ പെട്ടെന്ന് കേറാൻ പറയടാ. പറയടാ. വണ്ടി കേറിയിരിക്കണം, ഇറങ്ങില്ല. ആരാ? നമ്മുടെ ഗ്യാങ് വണ്ടി കേറിയിരിക്കണ, ഇറങ്ങില്ല. ആര്? ഞാൻ ഇപ്പൊ എന്തായാലും അണ്ണാ എന്റെ സസ്പെൻഷൻ കഴിഞ്ഞില്ലേ, എന്നെ കേറ്റിട്ടാ തിരിച്ചേറ്റിട്ടാ. ഒരു മിനിറ്റ്. ക്യാം ഓഫ് ആയിരിക്കും. ഞാൻ 6 കളിക്കുമ്പോൾ നോർമലി ക്യാം ഓഫ് ചെയ്ത് കളിക്കണം. ചന്ദ്ര വന്ന് കേറടാ. എവിടെയാണ് വണ്ടി? ഏതാ? ലാസ്റ്റ് വണ്ടി. ഗോകു നീന്തിട്ടോ, ഗോകു നട്ടരുന്നേ. ഹലോ വാപ്പിയാ വാപ്പിയാ എവിടെയാ? വാപ്പിയാ? ആരുടെ വാപ്പിയാ? ഞാൻ ഒരു വാറിന് പോകാൻ പോവാ. വാറേണ്ട വന്ന് വിളിക്കാം. ഉസ്മാൻ വിളിച്ചിട്ട് എന്നെ അച്ഛാന്ന്. എടാ വാ പോവാം. എല്ലാരും വാ. എടാ വണ്ടി കൗണ്ട് നോക്കണേ. ഞാൻ ഒരു വണ്ടി ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഡ്രൈവർമാര് ഉള്ളവരുടെ കിടന്ന് അലക്കല്ലേ. സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യണേ എല്ലാവരുടെയും സൗണ്ട്. സൗണ്ട് കൂടുതലാണോ? അല്ല കറക്റ്റ് കളിക്കുന്ന ക്രോസ് ഹെയറല്ലേ? ഉണ്ടല്ലോ. ഞാന് ബാക്ക് സൈഡ് കളിക്കുന്നേ. പിസിക്ക് എന്തോ സീനുണ്ട്. എന്താടാ? ആര് ക്രാഷ് ആയടാ? റീസ്റ്റാർട്ട് ചെയ്താൽ കേറാനൊന്നും പറ്റില്ലടാ തിരിച്ച്. ഒരു സെക്കൻഡ്, ഞാൻ ഇന്ന് ഹെഡ്ഫോണിൽ കളിക്കാം. There will be meeting for all pump owners in Mr. X office എന്ന്. അളിയ അതിനാര് പോവും? അതിന് പോവാം. 11:30. 11:30 32 ഓൾറെഡി. അപ്പൊ നാളെ പോവാം. എന്തൊക്കെയാണ് പറയണേ? ഇപ്പൊ ഒരു സെക്കൻഡ്, ഞാൻ ഉണ്ട് കൊള്ളാം. ഒരു മിനിറ്റ്. നമ്മളാണല്ലോ അണ്ണാ ഫാസ്റ്റ്. നിന്റെ ജെറിക്കാനുണ്ടോ? ഓ ക്യാനോ അതൊക്കെ കേട്ടോണ്ടാ. വാറിന് പോകുമ്പോ നമ്മൾ അതൊക്കെ ആദ്യമേ എടുക്കുന്നത്. നീയേ ഇറങ്ങിയും കളിച്ചു കേട്ടാ. ഡോർക്ക് കളിക്കുന്നത് ഞാൻ ടയർ പൊട്ടിക്കാൻ കളിക്കും. 2 പേരുണ്ടാവും. ഞാൻ അപ്പൊ കിണ്ടിനെ ഇതാക്കിയാൽ പെട്രോൾ അടിക്കാൻ ഞാൻ ഓർത്ത് എത്തൂല. നീളം വേണോ? നമ്മുടെ പ്ലേ സ്റ്റൈൽ എങ്ങനെയാണ്? അഗ്രസീവ് അല്ലേ? അതെ. ഓക്കെ കുത്തിച്ചടിക്കുന്ന കണ്ണാപ്പി അണ്ണൻ ഓടിക്കുന്ന വണ്ടി. അണ്ണൻ ഓടിക്കുന്ന വണ്ടി ഞാൻ ഓടിച്ച ശരിയായിരുന്നില്ല. വേണ്ട വാറ തോട്ടും. താല്പര്യമില്ല, അത് ഒട്ടും താല്പര്യമില്ല. ഞാൻ എന്തെങ്കിലും ഉപകാരം ചെയ്ത എല്ലാരും ഫുഡും വെള്ളമൊക്കെ കഴിക്കണേ. പ്രത്യേകിച്ച് ഫുഡും വെള്ളവും കഴിക്കാൻ അറിയാ. നമ്മുടെ ബാക്കിയുള്ള വണ്ടിയൊക്കെ എന്തിയടാ? എവിടെ? നിങ്ങളെ കാണുന്നില്ലല്ലോ ഇവിടെ എൻട്രൻസില്. ഡോർ കളയണ. എടാ ഈ വണ്ടിക്ക് ഡോർ ബഗ് ഇല്ലല്ലോ. ഇറങ്ങിട്ട് കേറാൻ പറ്റുമോ നോക്കിയേ.
ഞാൻ കേറിയപ്പോ എന്താ പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പൊ അല്ലാണ്ട് ചില ടൈമിലാണോ ചില ടൈം നമുക്ക് കൊണ്ട് കണ്ടാ നിർത്തുന്ന കേറുന്നില്ലല്ലോ ഞാൻ കൊണ്ട് നിർത്തുന്ന ആംഗിൾ ഇല്ല അതനുസരിച്ചാ ഇതിന്റെ ഫൈനൽസ് റെഡി ആക്കിട്ടുണ്ട പണിയാണോ അത് പണിതോണ്ടിരിക്കുന്നേ ഉള്ളടാ 2 ദിവസം എടുക്കും അമ്മമാരും മറ്റേ ഇനാക്റ്റീവാ അവൈലബിലിറ്റി ഇല്ല അതാ റെഡി ആക്കണ്ട നമ്മള് ഈ പണ്ട് ഇങ്ങനത്തെ ഫീൽഡിലായിരുന്നു സ്കിന്നിന് ബഗ്ഗാണോ സ്കിന്നിന് ഒരാളുടെ ഉണ്ട് ആശു ഉണ്ടോ തോന്നുന്നു ആശു വന്നോ അണ്ണാ ഈ കുഞ്ഞിക്കവൾ മേഘമേന്നുള്ള പാട്ട് പാടി തരുവണ്ണ നേമണ്ടല്ലേ എനിക്കും കൂടെ പാടി തരുവാണേ കുഞ്ഞിക്കവൾ മേഘമേ പാട്ടാന്ന് പാട്ടണ്ട ചുരുൾ മാനസം ഒരു തൂവൽ കൊണ്ടു മുറിയും ചെറുമുന നോക്കു കൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിന്റെ മുഖമേ വിങ്ങിപ്പിടകാതെ നീ വെറുതെ 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 അത്രയൊക്കെ മതി നേരത്തോടെ പാടിത്തരാൻ അണ്ണനല്ലേ അണ്ണാ ഉള്ളു അതാണ് എനിക്ക് പാട്ടൊക്കെ പാടിത്തരാ ഒരു റേഡിയോ മറ്റേ ബ്ലൂടൂത്ത് സ്പീക്കറോ എല്ലാം മേടിച്ച് വീട്ടിൽ വെക്ക് ഞാനൊരു പാട്ട് ഇതാര് പാടിയതാണെന്ന് ഗസ് ചെയ്യണം ഓപ്ഷൻസ് ഉണ്ട് അണ്ണാ ഓപ്ഷൻസ് 3 ഓപ്ഷൻസ് ഉള്ളതാണ് ഞാൻ പാടി കേൾപ്പിക്കാണ് ഓപ്ഷൻ എ ഷാഫി കൊല്ലം, ഓപ്ഷൻ ബി ഓപ്ഷൻ സി ശരത്തേട്ടൻ. ഫ്രണ്ട് ഉണ്ട് 10 ലക്ഷം രൂപ നമ്മള് ഹരി 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 ഈ വണ്ടിക്കും ബഗ്ഗുണ്ടോ ഡോറ്? അത് അമ്മമാര് ഡോർ ഇറങ്ങി കളിക്കുന്നുണ്ടല്ലോ, മനസ്സിലായില്ലേ? ഇത് ഇവിഎക്സിന്റെ വണ്ടി ഇതായിരിക്കുന്നു. വണ്ടി നമ്മളെ നോക്കി അവൻ അതിനകത്ത് കൈ ഇത് കാണിച്ചു, വെളിയിലോട്ട് അല്ല പ്രീവാറിനൊന്നും ഇടയില്ലല്ലോ. കേട്ടോ അമ്മര് ഫക്ക് കാണിച്ചേ, അമ്മര് കൈ പൊക്കി ഫക്ക് കാണിച്ചേ. എടാ ഒരു വണ്ടി എന്ന ഡ്രൈവേഴ്സ് കൗണ്ട് പറഞ്ഞ ഞാനൊരു വണ്ടി നിങ്ങള് എക്സ്ട്രാ വണ്ടി എടുത്തോ? എടാ വണ്ടി കൊണ്ട് കളഞ്ഞിട്ട് ഏതെങ്കിലും വണ്ടിക്കകത്ത് കേറടാ നീക. കോളൗട്ട് കേട്ടായിരുന്നു. എടാ ഈ ഡോറൊന്ന് അടിച്ചു പിടിച്ചാ, ഈ ഡോറൊന്ന് ഇടിച്ചു പിടിച്ചടാ. അല്ലല്ല വണ്ടി ഡോർ അടിച്ചു പിടിച്ചേ. എന്നോട് നീലെടുക്കാൻ പറഞ്ഞു. ഇപ്പുറത്തെ ഡോറൂടെ ഡ്രൈവർമാരെല്ലാരും കോളൗട്ട് പറഞ്ഞു. ഞാനും എസ്റക്ക് ഒരു വണ്ടിയില്ലെന്ന്. ഞാൻ എന്റെ വണ്ടി വന്നില്ല അവിടെ. വെയിറ്റ്
അങ്ങനാണെങ്കിൽ അപ്പൊ 9 ഇപ്പൊ എന്താ വന്നല്ല ഇതെന്താ ഇതാരാ കുത്താതിരിക്കല്ലേ, കുത്തണേ, ഓടി നടക്കരുത്. ഞാൻ കുത്തിച്ചോളാം. ഞാനൊരു കാര്യം പറയട്ടെ, വണ്ടിക്കകത്തുനിന്ന് വണ്ടിയുടെ അടുത്തുനിന്ന് ഒരുപാട് ദൂരത്തോട്ട് ഓടിപ്പോവല്ലേ? കറങ്ങുന്ന സിറ്റുവേഷൻ വരുവാണെങ്കിൽ പൊക്കോ, അല്ലാതെ വണ്ടി ചവിട്ടുന്നിടത്തുനിന്ന് ഒരുപാട് ദൂരം പോകരുത്. ഞാൻ ഇനിഷ്യൽ ഫൈറ്റ് കുത്തിക്കെടുത്ത ഞങ്ങൾ കളിക്കുന്ന നോർമലി. അപ്പൊ തുടങ്ങല്ലേ യുദ്ധം? ഓൾറെഡി തുടങ്ങി. നീ എവിടെ ആയിരുന്നു? ഞാൻ ഒരു ഫൈറ്റും കഴിഞ്ഞ് 7 പേര് ഡൗണും ആയി. എന്നിട്ടാണല്ലോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ പിള്ളേർ ഇങ്ങനെ നിൽക്കില്ലല്ലോ അണ്ണാ. ടി.വി. ലൊക്കേഷൻ ചോദിക്കുന്നു ചിറക്കൽ ശ്രീഹരി. അണ്ണാ നമുക്ക് ധൈര്യമായിട്ട് അണ്ണാ, നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ അങ്ങ് ഇറങ്ങിക്കാണ് ഈ നടുക്ക്. അണ്ണാ എന്ത് പറയാണ്? നമുക്ക് ടയർ അടിച്ചു പിടിക്കണം. നമുക്ക് ഇവിടെ നിന്ന് ടയർ അടിച്ചു പിടിക്കാം. ഇവിടെ തന്നെ അണ്ണ. കാരണം അണ്ണാ ബാക്കിൽ നമ്മള് ആ നടുക്ക് കുത്തി കഴിഞ്ഞുണ്ടല്ലോ, അമ്മമാർക്ക് എവിടെ നിന്ന് അടിക്കും നമ്മളെ? വേറെ വഴിയില്ല, നമുക്ക് ഇറങ്ങിക്കാം. വാ, ഇവിടെ ഇറങ്ങിക്കാം. അവണ്ണ എവിടെ നിന്നാലും അവരെ കുത്തൂല. അവസാനം ഞാൻ പറഞ്ഞ അച്ചട്ടയുടെ നടന്നിട്ടേ ഉള്ളൂ. വസന ട്രസ്റ്റ് മീ. ഈ സൈഡ് ഇല്ല, അപ്പൊ അമ്മ ആ സൈഡ് വരും. വസന എവിടെ ഇറക്കട്ടെ? നീ ഒന്ന് അടങ്ങിയിരിക്കാവോ വണ്ടിക്കകത്ത്? ശല്യം ചെയ്യുന്നത് ശല്യം. അണ്ണ എന്നെ എവിടെ ഇറക്കി? ആദ്യം ഒരു ഡൗൺ ആണേ. ചന്ദ്ര പൊട്ടനാണോ നീ? ചന്ദ്ര നീ വണ്ടിയിലെ പോലെ അണ്ണ അടിക്കില്ല പറഞ്ഞേ. നിന്റെ മാമന്റെ മോനാളിയാ അത്? അണ്ണ ഞാൻ അങ്ങോട്ടും ചെന്നോട്ടും ഇരിക്കായിരുന്നു. അണ്ണാ ടയർ പൊട്ടി 4 ടയർ പൊട്ടി. 4 വണ്ടി ഞാൻ പറഞ്ഞു അവസാനം. ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോയി. ലെഫ്റ്റ് ആണ് അണ്ണ. ഇവിടെ നോക്കോ, അണ്ണാ അങ്ങോട്ട് പോണം. ടയറില്ല കേട്ടോ. അവിടെ കളിക്കട്ടാ, അവര് കളിച്ചോട്ടളിയാ. മല കുത്തനെ നിങ്ങൾ കുത്തിട്ടുണ്ട്. ബാക്ക് ഈ കുത്തിയില്ല. ബാക്ക് കുത്തിയിട്ടില്ല. പിന്നാടി നമ്മുടെ ടീം പിന്നാടി പറഞ്ഞോ.
കുത്തി എല്ലാരും കുത്തിയില്ലേ അവിടെ ബ്രോ ബാക്കപ്പ് എല്ലാം പറഞ്ഞു ആഹാ പ്ലക്കി വിട്ട് നിന്നെയൊക്കെ ചാറ്റ് കണ്ടാ മതി നിനക്ക് ചാറ്റ് കാണണം ഇങ്ങോട്ട് കേറ് ഇവർ മാത്രമല്ലല്ലോ കുഴപ്പമില്ല നമുക്ക് നോക്കാം എക്സലന്റ് ലൈവ് ലെക്സി എടുത്തിട്ടുണ്ട് കാർത്തി ഡൗൺ ആയിട്ടുണ്ട് കിൽക്കറ്റ് കാർത്തി എടുത്തിട്ടുണ്ട് സാവേജ് മാർത്തൻ പോയി എടുത്തിട്ടുണ്ട് കുറച്ച് പട്ടികളൊക്കെ ഇന്ത്യടാ പ്ലക്കി ആര് നിന്റെ അച്ഛനെയാ നിന്റെ അച്ഛനെ പ്ലക്കിയാ ഇവിടെ ആരെങ്കിലും എന്തിയടാ അത്രയും കോൺഫിഡൻസോടെ പറയണമെന്നുണ്ടെങ്കിലേ അവന്മാരുടെ കളി അതാ മനസ്സിലായ ഇനി ഇത് തോറ്റാലും വാറിന് തിരിച്ചു കൊടുക്കാൻ നമുക്ക് നല്ല രീതിയിൽ അറിയുകയും ചെയ്യാം ഇന്ത്യ തൊലിക്കണ്ടേ നിനക്കൊന്നും തൊലിക്കണ്ടേ ചാറ്റിലെ തൊലി കാണുന്നില്ലല്ലോ നിന്റെ ഒന്നും തൊലി എന്താടാ കാണാത്തെ എന്താ കാണാത്തെ പ്ലക്കി പ്ലക്കി ചാറ്റിൽ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുക നമ്മളൊന്ന് വീണ് കാണാനേ നോക്കിയിരിക്കുക കക്ക പ്ലക്കിന്ന് മൂഞ്ചാൻ വേണ്ടിയിട്ട് കുറെ അവന്മാര് ആലോചിക്കുക മൊമെന്റ് ഞാൻ ഡൗൺ ആയ മൊമെന്റിൽ നമ്മുടെ ചാറ്റിൽ ഒരു ചിരി അങ്ങ് പടർന്നു ഒരു പർട്ടിക്കുലർ ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുക നമ്മളൊന്ന് വീണ് കാണാൻ വേണ്ടിയിട്ട് അതൊരു വൃത്തിയുടെ പൊസിഷനിലായപ്പോഴാണ് നമ്മള് കണ്ണെടുത്ത് സെറ്റായി നമ്മൾ ഗണ്ണെടുത്ത് അങ്ങോട്ട് മേലോട്ട് കയറിയപ്പോഴത്തേനും അവര് ഫുൾ ആൾക്കാർ മുകളിൽ എത്തി ഓൾറെഡി മനസ്സിലായി മനസ്സിലായി അവിടെ വന്നപ്പോഴത്തേനും നല്ല അടി കിട്ടി ചന്ദ്രൻ എത്ര നിർത്തി പോടാന്ന് ഏലിയാസ് ജാക്കി ബ്രോ എങ്ങനെയാണ് ബ്രോ ജയിച്ചിട്ട് ഇങ്ങനെ വന്ന് മെസ്സ് അടിക്കാൻ നിങ്ങക്ക് എങ്ങനെയാ പറ്റണേ ബ്രോ അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പറ്റണേ ഇത് നീ എന്താ വിചാരിച്ച നീ മറ്റേ പബ്ജി മൊബൈലിൽ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ബോട്ട്സ് കളിക്കുന്നത് പോലത്തെ ഗെയിം ആയിരിക്കും എന്നാണ് നീ വിചാരിച്ചേ ഇതിനകത്ത് ഒറ്റയ്ക്ക് ഞാൻ മറ്റേ 28 പേരെ അടിക്കണം ഇതൊരു ടീം വർക്കാ ബ്രോ അതുകൊണ്ടാണ് ബെസ്റ്റ് ഗ്യാങ് എന്ന് അറിയപ്പെടുന്നത് അല്ലാതെ ബെസ്റ്റ് RP പ്ലെയർ എന്നല്ല ബെസ്റ്റ് ഗ്യാങ് എന്ന് അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മളെ ഒരു കൂട്ടമായിട്ട് ആൾക്കാർ കളിക്കുന്നത് നമ്മൾ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് അതായത് നീ മനസ്സിലായ തീട്ടക്കണ്ടികളെ എനിക്ക് പിക്കൊന്നും കിട്ടിയില്ല ഞാൻ ഇവിടെ അപ്പോഴത്തേനും ഓൾറെഡി ഗണ്ണെടുത്ത് വന്നപ്പോഴത്തേനും എനിക്ക് ആദ്യം തന്നെ ഹെഡ് കിട്ടി ഞാൻ റീഫ്രഷ് ചെയ്ത് തിരിച്ചു വന്നപ്പോ തന്നെ എടാ കണ്ണാപ്പി ഞാൻ കണ്ട് നീ എന്റെ മുമ്പിൽ ചാടി കേറാൻ പോലും പറ്റാതെ വീഴുന്നത് ഞാൻ കണ്ടു നിന്നെ നീ വണ്ടിയുടെ മണ്ടയ്ക്ക് സ്പോയിലറിൽ തൂങ്ങി ഊമ്പി വീഴുന്ന ഞാൻ കണ്ടായിരുന്നു എടുത്തെടുത്ത് ഭയങ്കര പിക്കായിരുന്നു ആയത്താളത്തിന് എടാ ഒരു ഹെലി എടുത്തടാ ആരെല്ലാം ഒന്ന് ഹെലി എടുക്കുന്നല്ലോ എടുത്ത് കേറാ ഞാൻ ഇങ്ങോട്ട് പോവാ കേറി ദൂരത്തുനിന്ന് ഒരാൾ ഓടി വരുന്നു സംസാരിക്കാം
സോറി കേസ് ഞാൻ തെറി പറഞ്ഞു ഇല്ല ഞാൻ വണ്ടിയിൽ പോവാ ചന്ദ്ര കയറി അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞോളാം കണ്ണിന് പവർ എന്തോ കൂടുതലാണ് ഇല്ലടാ അവന്മാരെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ കുത്തിയെടുത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു മനസ്സിലായി ഞാൻ ആദ്യമേ അവിടെ കയറി പറഞ്ഞായിരുന്നു നമുക്ക് അവരൊത്തിരി പേരുണ്ടായിരുന്നു നമ്മള് അവിടെ കയറി നമ്മളെ പൊസിഷൻ എടുത്തപ്പോഴത്തേക്കിനും അവർ ഓൾറെഡി ഹൈ റാങ്കിൽ വന്നു കുഴപ്പമില്ല നമ്മുടെ പ്ലേയേഴ്സ് നല്ല അവിടെ ബാക്കിൽ കുറെ പേരുണ്ടായിരുന്നു എന്നെ കൊണ്ടുപോണോ അവരുടെ അടുത്തോട്ട് പോണ്ടേ അവരുടെ പോണോ ആ പടം പോ ഇവിടെ കത്തിച്ചു വിട്ടോ അവരില്ലല്ലോ വെയിറ്റ് വരും ഞാനൊക്കെ ഒരുത്തനെ എന്റെ ബുള്ളറ്റിലെ ബാഗ് ഫുള്ള് ഒരുത്തനെ അടിച്ചാണ് അവൻ ചാമില്ല ഇതൊക്കെ എന്താ പണ്ടത്തെ പോകുന്നല്ലേട്ടാ വലിയ പാടാ അതെ പണ്ടത്തെ പോലെ ഒന്നല്ല ഇപ്പൊ പിക്കൊക്കെ എടുക്കണ വലിയ പാടാ ഇതൊക്കെ നമ്മൾ എന്തോരം ഫ്ലെക്സ് ചെയ്യണ്ടത് ആ പിക്ക് എടുത്ത് കത്തിച്ചു വിട്ടോ ഫുള്ള് പ്ലക്കപ്പെട്ടല്ലേ വിട്ടോ സത്യം പറഞ്ഞിട്ടല്ല ആ രണ്ട് എണ്ണം കെട്ടാൻ വണ്ടി കയറിയോണ്ടാണ് നമുക്ക് ഈ അവസ്ഥ ഞാൻ നിങ്ങളതൊക്കെ ഒരു കാര്യം പറയാം കേട്ടെ നിങ്ങൾ എപ്പോഴേലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ സ്ഥിരം മറ്റേ ഊമ്പിത്തരം കാണിക്കുന്ന ആൾക്കാരെ ഒന്നും ആർക്കും വേണ്ട കേട്ടാ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ ഒരു ഒരു പർട്ടിക്കുലർ അതിപ്പോ യൂട്യൂബിലായിക്കോട്ടെ അല്ലെങ്കിൽ ആർപിയിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിലായിക്കോട്ടെ നല്ലൊരു പൊസിഷനിൽ നിൽക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് ഊമ്പി കാണാൻ വേണ്ടി 100 പേരുണ്ടാവും 100 അല്ല 1000 പേരുണ്ടാവും 1000 പേര് 1000 പേരുണ്ടാവും അല്ലാതെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈ ഊമ്പന്മാരെന്ത് ചെയ്യണമെന്നുള്ള കാര്യമൊന്നും ആരും നോക്കത്തില്ല നല്ല രീതിയിൽ പോണ ആൾക്കാര് ഒന്ന് വീണ് കാണാനോ അല്ലെങ്കിൽ ഇതാക്കാനോ ഒരു 100,000 പേരുണ്ട് അവർക്ക് അതിലൊരു പ്രത്യേക സന്തോഷമാണ് പറയടാ കാര്യം ചോദിക്കട്ടാ ചത്തില്ലാന്ന് കണ്ണാപ്പിയും ബോബയൊക്കെ ചത്ത എന്റെ അവനെ കമ്മാരെല്ലാം ചത്തതിന് ശേഷം ഞാൻ ചത്തത് അവനൊക്കെ എന്റെ ഫ്രണ്ടിൽ തന്നെ മറ്റേ കണ്ണാപ്പി വണ്ടിയുടെ സ്പോയിലറല്ല ചത്തത് പ്രതീക്ഷ ഭയങ്കര ഇതാണ് ഞാൻ നിന്നിടത്തന്നെ വന്നിട്ടില്ല അത്ര അവിടെ എന്തോ എടുത്തോണ്ടിരിക്കുവായിരുന്നാണ് ഞാൻ നോക്കണത് ഞാൻ നേരെ നോക്കിക്കൊണ്ടിരുന്നത് പക്ഷെ അവർ ടയർ അടിച്ച് പൊട്ടിച്ച് 4 ടയർ പൊട്ടിച്ച് 4 വണ്ടിയിലെ ആ നീലിനൊക്കെ ഇവിടെ വന്നു ഗ്യാങ് റവ് ആയി കോച്ചു അവിടെ പോയി എല്ലാരും ബോബോയ് ഒരു പിക്കെന്തോ എടുത്തെന്ന് തോന്നട്ടോ അവിടെ ഞാനൊക്കെ ഞാൻ ഇനി വെറുതെ അടിച്ച് എന്റെ ഗണ്ണിന്റെ ആമോളയിലാണ് അടിച്ചു വെച്ചാൽ പറഞ്ഞ പോലും കണ്ടവന്റെ കുടുക്കൊക്കെ ആയിട്ട് വരുന്നവന്മാര് ഇതൊക്കെ ഗ്യാങ് ഹൗസിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നല്ലോ എല്ലായിടത്തും ഒന്നിച്ച് കാണാൻ കിട്ടി ഇത്രയും പേരുണ്ടായിരുന്നോ ഈ ആക്ച്വലി ഏണേ കത്തിച്ചു വിടറാന്മാരെയൊക്കെ സ്വന്തമായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ജീവിക്കാൻ നമ്മളെ കണ്ടവന്റെ കുടുക്കെ എന്റെ ഇല്ല കോച്ചിന്റെ ഇത് കോച്ചിന് വേണ്ടിട്ട് കോച്ച് അല്ലെ ഡെഡിക്കേഷൻ അയ്യേ പോയി അച്ചികളുടെ അടുത്തൊക്കെ വേണ്ട പറ ഏത് ഹെലിയാടാ ഇപ്പുറത്തെ ഓണായോ ഓണായാലി എടാ മാറിക്കോട്ടാ അണ്ണ ഫുള്ളാണ് ആരൊക്കെയാ കേറിയേ ആരൊക്കെയാടാ ഉള്ളത്
ഫുള്ളൊന്നുമില്ല. ആരൊക്കെ എടാ കോച്ചിനെ കൂടെ കൊണ്ടുപോകണം, കോച്ചൊന്ന് വരുമോ? അതാ ഈ ഹെലിക്കകത്ത് ഇപ്പൊ പൊങ്ങിയ ഹെലി താക്ക അതിനകത്തോട്ട് കയറും. സ്നൈപ്പ് ലൈറ്റ് ആയി പോയോ? ആ സീനില്ല വാറണടാ ശരിയാ കേട്ടത് ശരിയാ. ഡോർ ഓപ്പൺ. റിവേഴ്സ് കൊണ്ടുണ്ടാ ഒരു മിനിറ്റ്. പൊന്നളിയാ ഒന്ന് എത്തിക്കണേ അളിയാ. എത്തിക്കണേ. അപ്പൊ കിട്ടാ എവിടെടാ നീ വണ്ടി ഇറങ്ങി പോയത് നീ അവിടെ കിട്ടിയേനെ. ശരിയാ കാട്. ഹലോ എന്നെ കോച്ച് വാസവന്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞേട്ട്. എന്താടാ? ഭയങ്കര മോശം ഭയങ്കര മോശമാ. എന്താടാ? நான் சில பேர் சொல்றதுனால நான் சொல்றேன். ஜஸ்ட் மெசஞ்சர். എന്താ മെസ്സഞ്ചർ? കോച്ച് എന്ത് പറഞ്ഞു? എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ കോച്ച്. കോച്ച് എന്നെ ഇന്നലെ വിളിച്ചിട്ടെല്ലാം പറഞ്ഞ് വാസവണ്ണ വരും. അപ്പൊ കോച്ച് എന്ത് പറയാനുള്ള? കോച്ചിന് എന്ത് പറയാനുള്ള എന്റെ അടുത്ത്? കോച്ചാണ് പറഞ്ഞു എന്റെ അടുത്ത്. വാസവണ്ണ കണ്ട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇന്നലെ എന്റെ അടുത്ത്. ഞാൻ കണ്ടെടുത്തുള്ള കാര്യം എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. UK ലീഡർ തീട്ടം. എടാ ഇതിപ്പോഴത്തെ പുതിയ ട്രെൻഡാണ് അളിയാ. ഏത് ഗ്യാങ്ങിനെ ഹോസ്റ്റേജ് ആയിട്ട് കൊണ്ടുവന്നു ആ ഗ്യാങ്ങിന്റെ ലീഡർ തീട്ടം എന്നുള്ളത്. കഴിഞ്ഞ ദിവസം OG അങ്ങനെ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഹോസ്റ്റേജ് ആണെന്ന് ഞാൻ ഓർത്തില്ല. സത്യം പറഞ്ഞു ഇത് പുതിയ ട്രെൻഡായത്. ബോയ്സ് വന്നിട്ടുണ്ടല്ലോ. അവധിയായ അവധി ഇത് മറ്റേ പരീക്ഷയുടെ അവധി 2 ദിവസത്തേക്ക്. അതിന്റെ അടി കൂടി പോട്ടാ. അടങ്ങിയിരിക്കണേ. ടെൻഷനല്ലേ നമ്മളെത്ര കണ്ടിരിക്കണ അവസാന. അല്ലെങ്കിൽ 5-6 വർഷമല്ലേ നമ്മളെ ഗെയിമിന്റെ അകത്ത്. ഓക്കെ ഈ കൂടെ ഒരച്ചോണ്ട് പോയല്ല അണ്ണാ. നീ അവിടെ നിന്ന് എത്തിച്ചാ മതി ദേവി. കഴപ്പാണോ നോക്കിയേ? എവിടാ സ്ഥലം എവിടാ? എവിടെയാ ലീഡർ? ജുഗ്രുവിന് മോണ്ടേജിനുള്ള ലോകം ഉണ്ടോ? അടുത്തെത്തി നമ്മള്. അവരെ വന്നിട്ടില്ല. മറ്റേ ആ ഡ്രാഗന്റെ കൊളിഷൻ ഉണ്ടോ? ഡ്രാഗണിന് കൊളിഷൻ ഇല്ലെന്നാ തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ. ഡ്രാഗനെ കാണും. ഇപ്പൊ കാണാം. ജുഗ്രു നിനക്ക് 7 വിക്കുണ്ടോ? നിനക്ക് 5. ആരൊക്കെ അവിടെ അടിച്ചതാടാ? എനക്ക് 3 പിക്ക്. എനിക്ക് 2. എല്ലാരും ഹെൽപ്പ്ലൈറ്റാ. നല്ല കളിച്ചു എല്ലാരും. ഞാൻ ആദ്യം കുത്തി ആംഗിളിലടാ. അവിടെ എല്ലാരും കൂടെ കുത്തിയാൽ പക്ഷെ ഞങ്ങൾ അവിടെ കുത്തി കയറി വന്നപ്പോഴത്തേക്കിനാടാ ഞങ്ങളുടെ കുത്തി കയറി വന്നപ്പോഴത്തേക്കിന് അവർ ഓൾറെഡി മോളിൽ എത്തിയടാ. നീലന്റെ അവിടെയാടാ ആൾക്കാർ ഉണ്ടായില്ല. എണ്ണം കുറവായിരുന്നു. എണ്ണം കൂടുതലായിട്ട് അവിടെ ഇട്ട് തീർക്കാ. നമ്മൾ എത്ര പേര് ബാക്കി ഉണ്ടായിരുന്നു? 16 15 നമ്മുടെ 9 പേര് വീണല്ലേ. നമ്മള് ഇച്ചിരി ബെറ്റർ ആക്കാൻ നോക്കും. അളിയ ഇതിന്റെ അപ്പുറത്ത് വരാൻ ചന്ദ്രൻ എന്നെ പൊക്കി അപ്പുറത്തോട്ട് വെച്ചാ.
എടാ ഡ്രസ് കൺഫ്യൂഷൻ മറ്റേ ജാക്കറ്റ് ഇട്ടോ. കേറൂല്ലേടാ ഈ ഹെലിക്കകത്ത്. പിന്നെ അവസാനം ഇപ്പൊ ഒരു കാര്യം നോക്കിക്കോളെ ഞെട്ടറടിയൊക്കെ കണ്ട അതെന്ത് കാണിച്ചിരുന്ന ഞാൻ ഇപ്പൊ ചില്ലറ കഴപ്പേടാനൊന്നും അവിടോട്ട് വിടറാളി. അവരിപ്പോ വരുമ്പോ കിടക്കാൻ വയ്യടാ. ഫ്ലിക്കർ അടിച്ചോണ്ടാ ഞാൻ. ഫ്ലിക്കർ അടിക്കട്ടെ ഫ്ലിക്കർ. നീ ഇനി എന്തോ അടിക്കുക അവിടെ പോയി. അക്സെപ്റ്റ് ഒക്കെ ഇട്ട് കൈസ് അക്സെപ്റ്റ് ഒക്കെ ഇട്ട്. വെസ്റ്റ് ഇടാൻ നല്ലതായിരിക്കുവേ. വെസ്റ്റ് ഇട്ടോ വെസ്റ്റ് ഇട്ടോ. ദൂരെ ഉള്ളത് കാണുന്നില്ല. ഇതെന്താ ഇവന്മാര് വരൂല്ലേ? നമ്മളീ നേരത്തെ വന്ന് നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ശരിക്കും. കത്തിച്ച് കളഞ്ഞോണ്ടാന്ന് തോന്നുന്നേട്ടാ. നോക്കൊക്കെ എടുക്കാൻ പോയതാ. നമുക്ക് ജസ്റ്റ് അഡ്മിൻ പി ഒ ഒന്ന് കണ്ടു നോക്കാം ഗൈസ്. അമ്മമാര് വരട്ടെ അപ്പോഴത്തേന്. ടീം ഇവിടെ ഇറങ്ങി നിന്നിരിക്കുന്നുണ്ട്. ഒരാളും കൂടെ വന്നേ. കണ്ട ഇതാണ് അവൻ പറഞ്ഞത്. അവൻ ആക്ച്വലി ആ പൊസിഷൻ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഡിലേ ആയി, കുറച്ച് പയ്യെ ഞാനും കുറച്ച് പയ്യെ കുതിച്ച്. പക്ഷേ കണ്ട അപ്പോഴത്തേക്കിന് ഞങ്ങളിവിടെ ഇറങ്ങി വരുമ്പോഴത്തേക്കിന് ഇവർ ഓൾറെഡി ഫ്രണ്ടിലോട്ട് കയറി വന്ന് കൺട്രോൾ എടുക്കും. കണ്ട അതിപ്പോൾ നോക്കിക്കോണം. ഇറങ്ങി ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കിന് ഞാൻ അടിക്കാൻ ഫ്രണ്ടിൽ കയറിയതാ. ഞാൻ ഇവിടെ നിൽക്കുമോ കണ്ട മൊത്തം അടി എനിക്കാ കിട്ടിയത്. എന്നെ 1 HP ആയി. ഞാൻ നിന്നോട് നോക്കണേ, എൻ്റെ ഷീൽഡും പോയി എൻ്റെ ഇതും പോയായിരുന്നു. നോക്കിക്കോണേ, ഞാൻ ആ ഷീൽഡും പോയി അതും വേണ്ടിട്ടുണ്ട്. അവിടെ നമ്മുടെ ഒരാൾ വീണ്, അവിടെ നീഗൻ ഓൾറെഡി അവിടെ വീണ്. അപ്പോഴത്തേക്കിന് ജൂഡ് ഇപ്പോൾ അവിടെ നിന്ന് അടിച്ചോണ്ടിരിക്കുക. പക്ഷെ ജൂഡിന് ഒറ്റയ്ക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കിന് വന്നു. ഞാൻ തിരിച്ചു ഇറങ്ങി ഹീൽ ചെയ്യുമായിരുന്നു. നീലിനെയൊക്കെ അപ്പോഴത്തേക്കും പുഷ് ചെയ്തു. അവിടെ വീണ്ടും ഒരു പിക്ക് എടുത്ത് ഫ്ലിക്സ് 0 എന്നെ എടുത്ത് സുനീലിനെ എടുത്ത് ചന്ദ്രനെ എടുത്ത്. അറ്റ് ദിസ് മൊമെന്റ് ചില ചാറ്റിൽ കുറച്ച് ആൾക്കാർ അങ്ങ് ടി വി ഡൗണായി, ഇന്ന് സുഖമായിട്ട് ഉറങ്ങണം, വാവ് എത്ര ദിവസമായിട്ട് ഞാൻ കാത്തിരിക്കുക, വാ ഓ എടുത്തിട്ടുണ്ട്. ജുഗുറോടെ അടുത്ത പിക്ക് എടുത്ത്. ഇവിടെ രണ്ടാമന്മാര് നിൽക്കുന്നുണ്ട്. ഇവിടെ രണ്ടുപേര് കോച്ച് അവിടെ ഒരു പിക്ക് എടുത്ത്, സാവേജ് ഒരു പിക്ക് എടുത്ത്, ഏബൽ അവിടെ ഒരു പിക്ക് എടുത്ത്, SRK എടുത്ത്, ജുഗുറു അടുത്ത പിക്ക് എടുത്ത്, ലക്സ് ഒരു പിക്ക് എടുത്ത്, സ്റ്റീവ് അവിടെ ഒരു പിക്ക് എടുത്ത്, ലോലിന് അവിടെ ഒരു പിക്ക് എടുത്ത്, ജുഗുറു അടുത്ത പിക്ക് എടുത്ത്, അങ്ങോട്ട് വീണു അവിടെ ഒരു പിക്ക് എടുത്ത്, കീരി ഒരു പിക്ക് എടുത്ത്, സെക്കൻഡ് അവിടെ ഒരു പിക്ക് എടുത്ത്, സ്റ്റീവ് അടുത്ത പിക്ക് എടുത്ത്, മെസ്ബോയ്ക്ക് 1 HP ഹീൽ പോലും ചെയ്യാതെ വരുന്ന അടിക്കാൻ പോണതും.
അപ്പുക്കുട്ടൻ അടുത്ത വിക്ക് എടുത്ത്. എടുത്തിട്ടുണ്ട്. അപ്പുക്കുട്ടനൊക്കെ ഒരേ അടി. ഹെവിഎക്സ് കാർത്തി അവൻ കീരി അടുത്ത വിക്ക്. സാവേജ് ലാസ്റ്റ് വിക്ക് എടുത്ത്. കീരി അപ്പുക്കുട്ടനൊക്കെ അടി. നോട്ട് ജസ്റ്റ് യുവർ നോർമൽ എഡിറ്റർ. സത്യമല്ലേ എടാ? അത് എല്ലാരും അങ്ങനെ ടി വിക്കകത്ത് ഇപ്പൊ നോർമലി ഇതിനു മുമ്പ് സുനിമോനല്ലേ നമ്മുടെ കണ്ടന്റ് ഒക്കെ ചെയ്തോണ്ടിരുന്നു. അവനും വെടിവെക്കാനൊക്കെ അവനും അടിപൊളിയായിരുന്നു. അപ്പുക്കുട്ടൻ പോലെ തന്നെയായിരുന്നു സുനിമോനും. അവനും നല്ലൊരു ഗൺ പവർ ഉണ്ടായിരുന്ന ആളാ. കീരിക്കാടന്റെ കംബാക്ക് കേട്ടാ. കീരിക്കാടന്റെ കംബാക്കാണേ. കംബാക്ക് കീരി. ഹെലി നല്ല കവറായിരുന്നു. നോലന്റെ മലയാളിയായിരുന്നു. വെൽ പ്ലേഡ്. എനിക്കറിയാം ഗൈസ്, ഞങ്ങൾ തോക്കാൻ നോക്കിയിരിക്കുക. കുറേ പേര് നമ്മൾ തോക്കാൻ നോക്കിയിരിക്കുക. എനിക്കും സത്യം പറഞ്ഞാൽ അത് ഒരെണ്ണം അങ്ങ് വരണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്, സത്യം പറയാലോ. അന്നേരം ഈ ഒരു ഇതുണ്ടാവത്തില്ല. ഇതിപ്പോ പ്ലേയേഴ്സിനും പ്രഷറാ. സ്ട്രീക്ക് ഉണ്ടല്ലോ. എടാ ഇവന്മാര് വരുന്നില്ലടാ. ഇവന്മാർക്ക് മീറ്റിംഗ് കഴിഞ്ഞ് പോയി. അണ്ണൻ വാ കേറ. കഴിഞ്ഞോ? ആ കഴിഞ്ഞു. കഴിഞ്ഞ